വഫാത്തിന്റെ വേളയായപ്പോൾ മക്കളെ വിളിക്കുകയാണ്, അലിയാരെ വിളിക്കുകയാണ്, കൂട്ടുകുടുംബാദികളെ വിളിക്കുകയാണ്. എന്നിട്ടൊരു വസിയ്യത്ത് പറയുകയാണ്, ഫാത്തിമ മരിച്ചാൽ ഫാത്തിമാന്റെ മയ്യത്ത് കുളിപ്പിച്ച് കഫം ചെയ്താൽ ഫാത്തിമാന്റെ മയ്യത്ത് കൊണ്ടുപോയി പള്ളിയുടെ മിഹ്റാബിലേക്ക് കിടത്തുമ്പോൾ ഫാത്തിമാന്റെ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് എന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ നിങ്ങളൊരു പെട്ടി നിർമ്മിക്കണേ. ആ പെട്ടിയിൽ എന്റെ മയ്യത്ത് കിടത്തണേ. ആ പെട്ടിയുടെ മുകളിൽ ഒരു ടോപ്പ് വെക്കണേ. ഫാത്തിമാന്റെ ശരീരം കഫം തുണിയിൽ വലിഞ്ഞ് മുറുക്കി കെട്ടിയാൽ ഫാത്തിമാന്റെ ശരീരം എത്ര വെയിറ്റ് ഉണ്ടായിരുന്നോ, എത്ര ഹൈറ്റ് ഉണ്ടായിരുന്നോ, ഫാത്തിമാന്റെ ശരീരം മെലിഞ്ഞതാണോ തടിച്ചു കൊഴുത്തതാണോ, ഫാത്തിമാന്റെ ശരീരം നീളമുള്ളതാണോ അല്ലെങ്കിൽ നീളം കുറവാണോ എന്ന് ഫാത്തിമാന്റെ മയ്യത്ത് കാണുന്നവർക്ക് മനസ്സിലാകരുത്. അതുകൊണ്ട് ഫാത്തിമാന്റെ ജനാസ അതേ കഫം ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഫാത്തിമാന്റെ മയ്യത്ത് ഒരാളും കണ്ടുപോകരുത്. ഫാത്തിമാന്റെ മയ്യത്ത് കൊണ്ടുപോകാൻ നിങ്ങളൊരു പെട്ടി നിർമ്മിക്കണേ. ലോകത്തെ സ്ത്രീകളിൽ റോൾ മോഡലായ ഹയാ കാത്തു സൂക്ഷിച്ച ഈമാനിന്റെ സംരക്ഷണം ഏർപ്പെടുത്തിയ അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ കഷ്ണമാകുന്ന ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ ഉമ്മമാരെ അന്ന് മുതലാണ് ഇസ്ലാമിന്റെ ചരിത്രത്തില് മുസ്ലിമീങ്ങളുടെ നടപ്പിരീതിയില് മയ്യത്തുകെട്ടിലെന്ന സമ്പ്രദായം നിലവിൽ വന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫാത്തിമ ബീവിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഭാര്യമാര്, നമ്മുടെ ഉമ്മമാര്, നമ്മുടെ പെങ്ങന്മാര്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് ഐനുൻ നൂറിൽ പങ്കെടുക്കുന്ന നൂറെ റമളാനിൽ ഫാത്തിമ ബീവിയെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഈമാനും തഖ്വയും ഏറ്റിത്തരട്ടെ. ഫാത്തിമ ബീവിയുടെ ബറക്കത്ത് കൊണ്ട് ഖൽബിൽ നല്ല ഹയാ നൽകട്ടെ. ഫാത്തിമ ഉമ്മാന്റെ പോരിശ കൊണ്ട് അല്ലാഹു ദീൻ അനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും റബ്ബിനോടൊരു 3 തവണ റഹ്മത്ത് ചോദിക്കൂ. നല്ല റഹ്മത്തോടെ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. لولا علي അലിയാർ ഇല്ലായിരുന്നെങ്കിൽ ലമാ വജദ്തു ബഅലൻ ലിഫാത്തിമ, ഞാൻ എൻ്റെ ഫാത്തിമാക്ക് ഭർത്താവിനെ എത്തിക്കില്ലായിരുന്നു. അലിയാരില്ലായിരുന്നെങ്കിൽ ഫാത്തിമാക്ക് ഭർത്താവ് ഉണ്ടാകുമായിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. സയ്യിദുൽ മുർസലീൻ, ഇമാമുൽ മുത്തഖീൻ, ഷഫീഉൽ മുദ്നിബീൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ, മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദി അവൽ മൈദരായി പാടച്ചു വെച്ച മുഹമ്മദ,
ബദറിലും ബദർ ലംഘിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാ ചൊല്ല് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിന്റെ രാത്രിയിൽ ഉമ്മമാരെ നടന്ന സംഭവങ്ങളിൽ കരുതലോടെ ഇടപെടുകയാണ്. ഫാത്തിമ ബീവിയുടെ കല്യാണത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഫാത്തിമ ബീവിയുടെ കല്യാണം ലോകത്ത് അങ്ങനൊരു പെണ്ണ് ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല, ഇനി വരാനുമില്ല. കാരണം ആ ഫാത്തിമ ഉമ്മാന്റെ ഏറ്റവും വലിയ അഡ്രസ് ബിന്തുർ റസൂൽ, അള്ളാന്റെ റസൂലിന്റെ പൂമോളാണ്, റസൂലുള്ളാന്റെ മോളാണ്. ഇതിനേക്കാൾ വലിയ വിലാസം വേറെ എന്താണ്? ഇതിനേക്കാൾ വലിയ ബഹുമതി വേറെ എന്താണ്? അള്ളാന്റെ ഹബീബിന്റെ അന്ത്യപ്രവാചകരാകുന്ന മുത്തുനബിയുടെ കരളിന്റെ കഷ്ണം ബീവി ഫാത്തിമ മഹദി വഫാത്താകുമ്പോൾ സുബ്ഹാനല്ലാഹ് എല്ലാവരും മരിക്കും, നമ്മളൊക്കെ മരിക്കും. അല്ലാഹു സ്വർഗത്തിൽ ഫാത്തിമ ബീവിനെ കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മരിച്ചാൽ, ആ ഫാത്തിമ ബീവി ഖബറിലെത്തിയാൽ ഫാത്തിമ ബീവിക്കുള്ള ബഹുമതികളെ കുറിച്ച് ലോകത്തിന്റെ നേതാവ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് സ്വഹാബത്തിന്റെ സദസ്സിൽ വെച്ച്. എന്താണ് അത് പറയാനുണ്ടായ പശ്ചാത്തലമെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മദീനത്തെ പള്ളിയിലെ സദസ്സിലേക്ക് ഒരു യാചിച്ചുകൊണ്ട് ഒരു പാപപ്പെട്ട മനുഷ്യൻ വരികയാണ്. ഇന്നി ജാഇഉൻ ഫാത്ഇംനി, നബിയേ അസഹ്യമായ വിശപ്പുണ്ട്, ഭക്ഷണം തരുമോ? വ ഇന്നി അരിയൻ ഫക്സുനി, ഉടുതുണിക്ക് മറുതുണിയില്ല, എനിക്ക് വസ്ത്രം തരുമോ നബിയേ? സ്വഹാബത്തിന്റെ മുന്നിൽ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും പട്ടിണി കിടക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആ മനുഷ്യനോട്, നീ ഫാത്തിമയുടെ വീട്ടിന്റെ മുറ്റത്ത് ചെന്ന് വല്ലതുമുണ്ടോ എന്നൊന്ന് ചോദിച്ചു. അവിടുന്ന് സദസ്സിൽ നിന്ന് മദീനത്തെ പള്ളിയിൽ നിന്ന് ആ മനുഷ്യൻ ഇറങ്ങുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടുമുറ്റത്തേക്ക് ചെല്ലുകയാണ്. വിളിച്ചു ഫാത്തിമ ബീവിയെ, ചോദിച്ചു നിങ്ങൾ എവിടുന്നാണ്? നിങ്ങൾ ആര് പറഞ്ഞു വിട്ട് വന്നതാണ്? നിങ്ങൾ ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? മിന്നബി, നിങ്ങളെ ബാപ്പയുടെ സമീപത്തിൽ നിന്നാ വരുന്നത്. മുഹമ്മദിർ റസൂലില്ലാഹ്, മുത്തു റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് ഫാത്തിമ ഞാൻ നിങ്ങളെ വീട്ടുമുറ്റത്ത് വന്നിരിക്കുന്നത്. വരാനുള്ള കാരണം ഇന്നി ജാഇഉൻ ഫാത്ഇംനി, വല്ലാത്ത വിശപ്പുണ്ട്, ഭക്ഷണം കിട്ടാൻ വന്നതാണ്. വ ഇന്നി അരിയും ഫക്സുനി, വസ്ത്രമില്ലാത്ത ആളാണ്, വല്ല വസ്ത്രവും തരുമോ എന്ന് ചോദിക്കാൻ വന്നതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ അകത്തളങ്ങളിൽ
എല്ലാം അരിഞ്ഞു പെറുക്കുകയാണ്, അഥവാ പൂർണ്ണമായി പരിശോധിക്കുകയാണ്. ഈ പാവപ്പെട്ട മനുഷ്യനെ വല്ലതും മൂല്യവത്തായത് എടുത്തുകൊടുത്തിട്ട് സന്തോഷിപ്പിച്ച് തിരിച്ചയക്കാൻ വല്ലതുമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഒടുവിൽ ഒന്നും കാണുന്നില്ല. അവസാനമായി ആ വീട്ടിന്റെ ഇറയിൽ സൺസൈഡിന്റെ സമീപത്ത് ഉറക്കിട്ട് ശുദ്ധീകരിച്ച ഒരു തോലിന്റെ കഷ്ണമുണ്ട്. ആ തോൽ കഷ്ണം എടുത്തിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനങ്ങ് വെച്ച് നീട്ടിയപ്പോൾ അദ്ദേഹം അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല. എന്തിനാണ് ഈ ഉറക്കിട്ട തോൽ കഷ്ണം? എനിക്ക് ഇതിന് മൂല്യമില്ലല്ലോ, ഇത് വിറ്റാൽ പണം കിട്ടുകയില്ലല്ലോ, ഇതുകൊണ്ട് എന്റെ വിശപ്പ് മാറ്റാൻ കഴിയില്ലല്ലോ, ഇതുകൊണ്ട് എനിക്ക് വസ്ത്രത്തിന് ഉപകരിക്കില്ലല്ലോ, അതുകൊണ്ട് ഈ കീറിയ പായ എനിക്ക് വേണ്ട, ഈ തോൽക്കഷ്ണം കൊണ്ട് എനിക്കൊരു നേട്ടവുമില്ല. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഫാത്തിമ ബീവി വീണ്ടും ആ വീടിങ്ങനെ പരതുമ്പോൾ ഒന്നുമില്ലല്ലോ. ഫാത്തിമ ബീവി പട്ടിണി കിടന്നിട്ട് പോലും വിൽക്കാൻ തയ്യാറാവാത്ത അവിടുത്തെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മാലയുണ്ട്. ആ മാല അഴിച്ചിട്ട് ഈ യാചകന്റെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, യാചകൻ മാല വാങ്ങിയിട്ട് ഓടുകയാണ്. ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാചകനെ കണ്ടപ്പോൾ ചോദിച്ചു, വല്ലതും കിട്ടിയോ മോനെ? ഫാത്തിമ ബീവിയുടെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ മാല എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഫബക്കാ റസൂലുള്ളാഹ്, ലോകത്തിന്റെ നേതാവ് ഫാത്തിമ മോളുടെ ആ മാല കണ്ടപ്പോൾ അങ്ങ് പൊട്ടിക്കരയുകയാണ്, കരയുകയാണ്. സുബ്ഹാനല്ലാഹ്. സ്വഹാബത്ത് മുത്തുനബിയുടെ കരച്ചിൽ കണ്ടപ്പോ സ്വഹാബത്ത് അങ്ങ് കരഞ്ഞു പോയി. ആ സ്വഹാബത്തിന്റെ സദസ്സിൽ ഒരാൾ എഴുന്നേറ്റിട്ട് ചോദിച്ചു, നബിയേ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആ മഹദി ഊരിക്കൊടുത്ത ഈ മാല ഈ പാവപ്പെട്ട മനുഷ്യന്റെ കയ്യിൽ നിന്ന് പണം കൊടുത്തിട്ട് ഞാൻ വാങ്ങട്ടെയോ നബിയേ? അത് ഫാത്തിമ ബീവിയുടെ കരങ്ങളിലേക്ക് തിരിച്ച് ഏൽപ്പിക്കട്ടെയോ നബിയേ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിക്കുകയാണ്. ആ സ്വഹാബി വര്യൻ ഈ മാലയുമായിട്ട് പോകുന്ന സഹോദരനെ സമീപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്ക് എന്ത് വേണം ഈ മാല തിരിച്ചു തരാൻ? അദ്ദേഹം പറയുന്നു, എനിക്ക് ഒട്ടകം വേണം, എനിക്ക് ദിർഹംസ് വേണം, എനിക്ക് വസ്ത്രം വേണം, എനിക്ക് ഭക്ഷണം വേണം. എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചു. ആ സ്വഹാബി പണം കൊടുത്തു, ഒട്ടകം കൊടുത്തു, വസ്ത്രം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ഫാത്തിമ ബീവിയുടെ മാല തിരിച്ചു വാങ്ങി തന്റെ ഖാദിമിനെ വിളിച്ചിട്ട് ഏൽപ്പിച്ചു. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം ഈ മാല. സുബ്ഹാനല്ലാഹ്. യാചകന്റെ കയ്യിൽ നിന്ന് ഫാത്തിമ മോളുടെ മാല വാങ്ങിയിട്ട് തിരിച്ച് ഫാത്തിമക്ക് കൊടുത്തപ്പോൾ മദീനത്തെ പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സന്തോഷിക്കുകയാണ്, സമാധാനിക്കുകയാണ്. ഫാത്തിമ ബീവി ആരാണെന്ന് സ്വഹാബത്തിന്റെ മുമ്പിൽ വിവരിക്കുകയാണ്. സ്വഹാബത്തെ, എന്റെ
എൻ്റെ മോളുടെ ഭർത്താവ് അലിയാരാണ്. അലിയാരില്ലെങ്കിൽ എൻ്റെ മോൾക്ക് ഭർത്താവിനെ കിട്ടുകയില്ലായിരുന്നു. എൻ്റെ മോള് സയ്യിദത്തു അഹ്ലി നിസാഇ അഹ്ലിൽ ജന്ന, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതൃത്വമാണ് എൻ്റെ ഫാത്തിമ. എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ്, എല്ലാവരും മരിക്കും. എല്ലാവരും മരിച്ചാൽ അവരെ കൊണ്ടുപോയി ഖബറിൽ കിടത്തും. ആ ഖബറാളികളുടെ മുമ്പിലേക്ക് മുൻകർ നക്കീറെന്ന മാലാകമാര് കടന്നു ചെല്ലും. അവര് ചോദ്യം ചോദിക്കും, മൻ റബ്ബുക വമൻ നബിയുക വമാ ഇമാമുക വമാ ഖിബ്ലതുക. ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ നബി, ഏതാണ് നിന്റെ ഇമാമ്, ഏതാണ് നിന്റെ ഖിബ്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാവരും അഭിമുഖീകരിക്കേണ്ടി വരും. സ്വാലിഹീങ്ങളാണെങ്കിൽ, യഥാർത്ഥ മുഅ്മിനീങ്ങളാണെങ്കിൽ അവരെല്ലാവരും ആ ചോദ്യത്തിന് ഒരേ മറുപടി കൊടുക്കും. അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബിയ്യി വൽ ഖുർആനു ഇമാമി വൽ കഅബത്തു ഖിബ്ലതി വൽ മുസ്ലിമൂന ഇഖ്വാനി. ഉമ്മമാരെ, മരിച്ച ഖബറിലെത്തിയാൽ മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ട് ഖബറാളികളാകുന്ന നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ചോദ്യങ്ങളാ. ആ ചോദ്യങ്ങൾക്ക് മറുപടി പഠിച്ചു വെക്കണേ. ആ മറുപടി പറയാൻ കഴിഞ്ഞാൽ രക്ഷയാണ്, പറയാൻ കഴിയാത്തവര് പരാജിതരാണ്. അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബിയ്യി വൽ ഖുർആനു ഇമാമി വൽ കഅബത്തു ഖിബ്ലതി വൽ മുസ്ലിമൂന ഇഖ്വാനി. ആരാണ് നിന്റെ പ്രവാചകൻ, ആരാണ് നിന്റെ ഇമാമ്, ആരാണ് നിന്റെ ഇമാമ്, ഏതാണ് നിന്റെ ഖിബ്ല? സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ചോദ്യം ചോദിക്കപ്പെടുമ്പോൾ നമുക്ക് നല്ല ഒരു മറുപടി പറയാൻ കഴിയണം. എന്നാൽ അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിക്കുന്നു, നമ്മൾ രക്ഷപ്പെടുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് മറമാടുമ്പോൾ മയ്യത്തിനെ ഖബറടക്കിയതിന് ശേഷം ഖബറും പുറത്ത് നിന്ന് തസ്ബീത്ത് ചൊല്ലുന്നുണ്ട്, തൽഖീൻ ചൊല്ലുന്നുണ്ട്. ആ തൽഖീൻ എന്ന് പറഞ്ഞാൽ ഖബറാളികൾ മലക്കുകളുടെ ചോദ്യങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ മറുപടി കൊടുക്കേണ്ടത് എന്താണ് എന്ന് ഓർമ്മപ്പെടുത്തലാണ്, പറഞ്ഞു കൊടുക്കലാണ്. ഇന്ന് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ മയ്യത്ത് നിസ്കരിക്കാൻ ആളുകൾ എത്തുന്നു. പക്ഷേ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ചു പോകുന്നു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഖബറടക്കുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്, വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് മറമാടൽ ചടങ്ങിൽ പങ്കെടുക്കുക എന്നത്. സഹോദരന്മാരെ, നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തിയതാണ്. ആ സമയത്ത് തൽഖീൻ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഒട്ടകത്തെ അറുത്തിട്ട് അതിന്റെ മാംസം വിതരണം ചെയ്യാൻ എത്ര സമയം വേണോ അത്രയും സമയം നിങ്ങളുടെ കൂട്ടുകാരന്റെ ഖബറിന്റെ പരിസരത്ത് നിങ്ങൾ നിൽക്കണേ. നിങ്ങൾ ഖബറിന്റെ പരിസരത്ത് നിൽക്കുന്നത് ഖബറിൽ കിടത്തിയ ആ സഹോദരന് സ്നേഹവും സന്തോഷവും ടൈം പാസിങ്ങും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെ ഖബറാളിക്ക് നേട്ടമുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ്
ഖബർ കിടക്കുന്ന ഖബറാളിക്ക്, ബാപ്പക്ക്, ഉമ്മക്ക്, ഭർത്താവിന്, ഭാര്യക്ക്, അതേ സഹോദരന്, സഹോദരിക്ക്, കൂടെ പറപ്പിന്, ആ ഖബറിൽ നമ്മൾ കിടത്തിയ ആ വ്യക്തിക്ക് നമ്മൾ പുറത്തുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. തിയേറ്ററിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോ പേടിക്കണ്ട, ഞാൻ ഇവിടെയുണ്ട്, ഏത് ആവശ്യമുണ്ടെങ്കിലും ഡോക്ടർമാര് വിളിച്ചോളും, ഞാൻ ഓടിയെത്തും. ബാപ്പാ തിയേറ്ററിന്റെ പുറത്തുണ്ടല്ലോ, ഭർത്താവ് എന്റെ സിസേറിയൻ നടക്കുമ്പോൾ ആശുപത്രിയിൽ എന്റെ പരിസരത്തുണ്ടല്ലോ. ഇതൊരു സമാധാനമല്ലേ പ്രിയപ്പെട്ടവരെ? എന്നാൽ അതുപോലെയാണ് ഖബറിലേക്ക് കൊണ്ടുപോയി താഴ്ത്തി കിടത്തിയാൽ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ട് ഉറ്റവരും ഉടയവരും ഖബറിന്റെ പരിസരത്തുണ്ടെങ്കിൽ തൽഖീൻ ചൊല്ലിത്തരാൻ, തസ്ബീഹ് ചൊല്ലിത്തരാൻ, ഖബറിന്റെ പരിസരത്ത് നിൽപ്പുണ്ടെങ്കിൽ ഖബറാളിക്ക് അത് വലിയ ധൈര്യമാ, സമാധാനമാ. മറ്റുള്ളവരെ ഖബറിലേക്ക് താഴ്ത്തുമ്പോ ആ ഖബറിന്റെ പരിസരത്ത് എന്നിട്ട് സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് നമ്മളുണ്ടെങ്കിൽ നമ്മളെ ഖബറിലേക്ക് താഴ്ത്തുമ്പോ ആയിരങ്ങളും പതിനായിരങ്ങളും നൂറുകണക്കിന് നല്ല മുഅ്മിനീങ്ങള്, സ്വാലിഹീങ്ങള് നമുക്ക് വേണ്ടി സൂറത്തുൽ മുൽക്ക് ഓതാൻ നമ്മളെ ഖബറിന്റെ പരിസരത്ത് തടിച്ചുകൂടും. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരു സഹോദരനെ നമ്മൾ സഹായിച്ചാൽ അല്ലാഹ് നമ്മളെ സഹായിക്കും. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മഹത്വം മുത്തുനബി പറയാണ്. എല്ലാ മുഅ്മിനീങ്ങളും ഒരേ സ്വരത്തിലുള്ള മറുപടിയാണ് ഖബറിൽ മലക്കുകൾക്ക് നൽകുന്നതെങ്കിൽ എൻ്റെ ഫാത്തിമാക്ക് മാത്രം പറയാൻ ഒരു മറുപടിയുണ്ട്. അല്ലാഹു റബ്ബി അബീ മുഹമ്മദുൻ നബി. അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, എൻ്റെ ബാപ്പയാകുന്ന മുഹമ്മദ് നബിയാണ് എന്നിലേക്ക് ആ റബ്ബ് പറഞ്ഞേച്ച പ്രവാചകൻ. ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വം എത്രയാണ്! അല്ലാഹു ഫാത്തിമ ഉമ്മാന്റെ ഈ ആണ്ടിന്റെ ദിവസത്തിൽ അവരുടെ മഹത്വം പറയുന്ന ഈ നൂറെ റമളാനിന്റെ വെളിച്ചം മിസ്ലു സവാബ് ജന്നത്തുൽ ബഖീൽ കിടക്കുന്ന ഫാത്തിമ ബീവിയുടെ ഖബറിലേക്ക് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നേരിട്ട് മദീന മുനവ്വറയിൽ ചെന്ന് ജന്നത്തുൽ ബഖീൽ ഫാത്തിമ ബീവിയുടെ മുമ്പിൽ നിന്ന് ഒരു ഫാത്തിഹ ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പവിത്രമായ റമളാനിന്റെ 3-ൽ ലോക മുസ്ലിമീങ്ങൾ അനുസ്മരിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളാകുന്ന ഫാത്തിമ ബീവിയെ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന ഫാത്തിമത റളിയല്ലാഹു അൻഹാ ബക്കത്ത് ലൈലത ഉർസിഹാ. കല്യാണ രാത്രിയിൽ ഫാത്തിമ ബീവി കരയുന്നു. നമ്മളൊക്കെ കല്യാണ രാത്രിയിൽ അണഞ്ഞൊരുങ്ങുകയല്ലേ, മൈലാഞ്ചി ഇടുന്ന തിരക്കിലല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ സൗന്ദര്യം പ്രദർശിപ്പിക്കാനുള്ള മത്സരത്തിലല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മേക്കപ്പിന്റെ പിന്നിലല്ലേ കല്യാണ രാത്രിയിൽ. എന്നാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കല്യാണത്തിന്റെ രാത്രിയിൽ കരയുകയാണ്. ഫസഅല അന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ദാലിക. എന്തിനാ ഫാത്തിമ എല്ലാവരും സന്തോഷിക്കുന്ന ഈ മുഹൂർത്തത്തിൽ നീ കരയുന്നത്?
ഫാത്തിമ ബീവിയോട് കല്യാണ രാത്രിയിൽ അവിടുത്തെ പ്രിയപ്പെട്ട പിതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി, തഅലമു അന്നീ ലാ ഉഹിബ്ബുദ് ദുനിയാ. നബിയെ, അവിടുത്തേക്ക് അറിയാമല്ലോ ഞാൻ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. വലാകിൻ നളർതു ഇലാ ഫഖരി ഫീ ഹാദിഹിൽ ലൈല. പക്ഷേ ഇത് ഈ ഫാത്തിമാന്റെ കല്യാണ രാവാണല്ലോ. ഈ സമയത്ത് ഞാൻ എൻ്റെ ദാരിദ്ര്യത്തിലേക്ക് നോക്കുകയാണ്. فخشيت أن يقول لي علي بأي شيء جئت. എൻ്റെ ദാരിദ്ര്യം ആലോചിക്കുമ്പോൾ, എൻ്റെ പട്ടിണിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പ്രയാസം തോന്നുകയാണ്. അലി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മണിയറയിലേക്ക് കടന്നു വരുമ്പോ എൻ്റെ കയ്യിൽ ആഭരണങ്ങളില്ലല്ലോ. നബിയേ, അലിയാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സമ്പത്ത് എൻ്റെ കൂടെ ഇല്ലല്ലോ. അലിയാര് വന്നിട്ട് ചോദിക്കുന്നത് ഞാൻ ഭയപ്പെടുകയാണ്. ഫാത്തിമ പുതുമണവാളനാകുന്ന എൻ്റെ സമീപത്തേക്ക് വരുമ്പോ, പുതുമണവാട്ടിയാകുന്ന നീ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ബാപ്പ സ്വർണം തന്നിട്ടുണ്ടോ? സമ്പത്ത് തന്നിട്ടുണ്ടോ? കുടുംബത്തില് ആരെങ്കിലും ആഭരണങ്ങൾ നൽകിയിട്ടുണ്ടോ? എത്ര പവനുണ്ട്? എത്ര ക്യാഷുണ്ട്? സാമ്പത്തികമായ അതേ അവസ്ഥ എന്താണ് എന്നൊന്നെന്നോട് അലിയാര് ചോദിച്ചാൽ മറുപടി എന്തു കൊടുക്കുമെന്ന് ആലോചിച്ച് ഞാൻ കരഞ്ഞുപോയതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുന്നു, ലക്കിൽ അമാൻ. മോളെ ഫാത്തിമ, അതിൽ ഭയപ്പെടേണ്ടതില്ല, അതിൽ നിനക്ക് നിർഭയത്വമുണ്ട്. ഫഇന്ന അലിയൻ ലം യസൽ റാളിയൻ മർളിയൻ. അലിയാര് നിന്നെ കിട്ടുന്നതിൽ സംതൃപ്തവാനാണ്. അലിയാര് നിന്നെ വിവാഹം കഴിക്കുന്നതിൽ സന്തുഷ്ടവാനാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം അലിയാരിൽ നിന്ന് ഉണ്ടാവൂല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഉമ്മമാരെ, സഹോദരിമാരെ, അലിയാര് ഹബീബായ തങ്ങളുടെ തുദർ സഹോദരന്റെ മകനാണ്. ആ അലിയാരെ വിളിച്ചിട്ട് മുത്തുനബി പറഞ്ഞതാണ്, അലി, നിങ്ങൾ ദുനിയാവിലും എന്റെ സഹോദരനാണ്, ആഖിറത്തിലും എന്റെ സഹോദരനാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കല്യാണത്തിന്റെ രാത്രിയിൽ കരഞ്ഞു. എല്ലാവരും ചോദിച്ചു, എന്തേ ഫാത്തിമ നിങ്ങൾ കരയുന്നത്? ഫാത്തിമ ബീവിയുടെ മറുപടി, ഖബർ ആലോചിക്കുകയാണ് ഞാൻ. ഇന്ന് എനിക്ക് രാത്രിയിൽ എൻ്റെ കൂടെ മണിയറയിൽ, എൻ്റെ വിരുപ്പിൽ മണിമത്തയിൽ കിടക്കാൻ അലിയാരുണ്ടല്ലോ. ഖബറാകുന്ന വീട്ടിൽ റൂമിൽ ഇരുട്ടറയിൽ അലിയാരുണ്ടാകുമോ? എൻ്റെ സൽക്കർമ്മങ്ങൾ മാത്രമല്ലേ എനിക്ക് തുണയായി എത്തിച്ചേരുക. ഖബറിലെ ഏകാന്ത ജീവിതം ആലോചിച്ചു പോയി ഫാത്തിമത്തു സഹ്റ. കല്യാണത്തിന്റെ രാത്രിയിലെ സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കല്യാണ രാവ് അടിച്ചു പൊളിക്കുമ്പോ ആഹ്ലാദത്തിമർത്തിൽ നാം ഒഴുകുമ്പോൾ മഗ്രിബ് ഖളാ ആകാറുണ്ടോ? ഇശാ നിസ്കാരം ഉപേക്ഷിക്കാറുണ്ടോ? പുതിയ അപ്പള ഇറങ്ങുമ്പോൾ, പുതുമെണ്ണ പുതിയെണ്ണതാ പോകുമ്പോൾ, പുതുക്കം പോകുമ്പോൾ
കൊടുക്കുമ്പോൾ ളുഹറും അസ്റും നഷ്ടപ്പെടാറുണ്ടോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ കല്യാണ രാത്രിയിൽ കരഞ്ഞത് ഖബർ ആലോചിച്ചുകൊണ്ടാണ്. നമുക്ക് ഖബറും മഹ്ശറും പരലോകമൊന്നും ചിന്തയില്ല. ദുനിയാവിലെ 1-2 മണിക്കൂറുകൾ ആ സമയങ്ങളിലുള്ള ആഘോഷത്തിൽ, ആനന്ദത്തിൽ ആഖിറം മറന്നു പോകുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അലിഫ് ലാം മീമിന്റെ ഫോരുളിൽ ദോഷിയായ ഞങ്ങളെ അലിഫോടടുത്ത ശൈഖുനാന്റെ കാവലേഗ് റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മമാരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണം നടക്കുന്നതിന്റെ മുമ്പ് ഫാത്തിമ ബീവി കരയുകയാണ്. മുത്തു റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് കരയാണ്. എന്തിനാ കരയുന്നത് ബാപ്പാ? ഈ കീറി മുഷിഞ്ഞ, ഈ തുന്നിക്കൂട്ടിയ കുപ്പായമല്ലേ, വസ്ത്രമല്ലേ എന്റെ കല്യാണത്തിന്റെ ദിവസം എനിക്ക് ധരിക്കാനുള്ളത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരയുകയാണ്. കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്ത് വിളിച്ചു. റമളാൻ കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിന്റെ ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് അങ്ങാടിയിലുള്ള വലിയ വലിയ ടെക്സ്റ്റൈൽസുകളിലാണ് അവരുള്ളത്. എന്തിനാണ്? റമളാനായിരിക്കുന്നതിന് മുമ്പ് തന്നെ അവര് കല്യാണത്തിനുള്ള ഡ്രസ് എടുക്കാൻ പോയതാണ്. 10,000 ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഡ്രസ് എടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത് ഫാത്തിമ ബീവി ഒന്ന് ഓർക്കുമ്പോൾ, റമളാനിലെ പവിത്രമായ 3 ദിവസത്തില് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ കല്യാണത്തിന്റെ കഥ പറയുമ്പോ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, ഓർക്കാൻ കഴിയുന്നില്ലല്ലോ. പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞുകൂടിയ അല്ലാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നേതാവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമത്തു ഖിത്അത്തുൻ മിൻ കിബദി, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് വിശേഷിപ്പിച്ച സ്വർഗ്ഗത്തിലുള്ള തരുണികളുടെ നേതൃത്വമാകുന്ന സയ്യിദത്തു അഹ്ലിൽ നിസാഇ അഹ്ലിൽ ജന്ന എന്ന് മാത്രം പറഞ്ഞ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയാണ്. ഉപ്പാ, കല്യാണ ദിവസം ധരിക്കാൻ എനിക്കൊരു കുപ്പായമില്ലല്ലോ, തുന്നിക്കൂട്ടിയ വസ്ത്രമാണല്ലോ. ഹബീബായ തങ്ങൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ഇറങ്ങുകയാണ്. അവിടുന്ന് ആ നാട്ടിലുള്ള മാർക്കറ്റിലേക്ക് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു പുതിയ വസ്ത്രം വാങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പുതിയ വസ്ത്രം വാങ്ങിയിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് അങ്ങ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഫാത്തിമ ബീവിയുടെ മുഖത്തിങ്ങനെ വെളിച്ചം അടിച്ചു വീശുകയാണ്. ആ മുഖമിങ്ങനെ തിളങ്ങുന്നു, ലംഘുന്നു. അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വസ്ത്രം വാങ്ങി വെച്ചിട്ട് സന്തോഷിച്ചു.
സുബ്ഹാനല്ലാഹ്. കുറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വഇദൻ ബിസായിലിൻ അലൽ ബാബ് വഇദൻ ബിസായിലിൻ അലൽ ബാബ് യഖൂൽ. ഫാത്തിമ ബീവിയുടെ വീട്ടിന്റെ ഉമ്മരിപ്പടിക്ക് മുമ്പിൽ ഒരു മഹദി വന്നു നിൽക്കുന്നു. എന്താണ് ആ പെണ്ണ് ചോദിക്കുന്നത്? ഫാത്തിമ അത്ലുബു മിൻ ബൈത്തിൻ നുബുവ്വത്തി ഖമീസൻ ഖലിഖൻ, ഒരു പഴകിയ കുപ്പായം തരുമോ, ഒരു പഴയ വസ്ത്രം തരുമോ എനിക്ക്? ഫറാദത്തൻ തദ്ഫഅ ഇലൈഹിൽ ഖമീസൽ മർഖൂഅ, എന്റെ ബാപ്പച്ചി എനിക്ക് കല്യാണത്തിന് ധരിക്കാൻ പുതിയ ഡ്രസ്സ് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് നേരത്തെ തുന്നിക്കൂട്ടിയ പഴകിയ വസ്ത്രം എടുത്ത് ഈ സഹോദരിക്ക് കൊടുക്കാം എന്ന് ചിന്തിച്ചിട്ട് പഴയ തുന്നിക്കൂട്ടിയ കുപ്പായം എടുത്ത് വസ്ത്രം എടുത്തിട്ട് ഈ സഹോദരിക്ക് കൊടുക്കാൻ നേരത്ത് ഫാത്തിമത്തു സഹ്റ ചിന്തിക്കുകയാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ബിർറിനെ എത്തിക്കൂല, നന്മ ചെയ്തവരാകൂല എന്ന് ഖുർആനിലെ ആയത്തുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് ചിന്തിച്ചപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ പഴകിയ വസ്ത്രം കൊടുക്കുന്നിടത്ത് നിന്ന് തിരിച്ചുപോയി. ഫദഫഅത് ലഹുൽ ജദീദ്, കല്യാണത്തിന് ധരിക്കാൻ മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാങ്ങിക്കൊടുത്ത പുതിയ കുപ്പായം എടുത്ത് വസ്ത്രം എടുത്തിട്ട് യാചിച്ചു വന്ന സഹോദരിക്കങ്ങ് സദഖ കൊടുക്കുന്നു. ഈമാനുള്ള ഉമ്മമാരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിലുള്ള വിശാലത എത്രയാണ്! കാരുണ്യത്തിന്റെ മനസ്സാണ്, ഈമാനിന്റെ കടുപ്പമാ, ഖുർആനിന്റെ ആജ്ഞാപനത്തിനോടുള്ള അവിടുത്തെ പ്രതിബദ്ധതയാണ്. ദീനുള്ള മഹദിയായതുകൊണ്ട്, ആഖിറം ചിന്തിക്കുന്ന മഹദിയായതുകൊണ്ട്, ദുനിയാവിന്റെ പച്ചപ്പിന്റെ പിന്നാലെ പോകാതെ ആഖിറത്തിലെ സന്തോഷം കിട്ടണേ എന്ന് ചിന്തിച്ച ആളായതുകൊണ്ട് പഴകിയ കുപ്പായം കൊടുക്കാതെ പുതിയ കുപ്പായം എടുത്ത് ദാനം ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. ഫലമ്മാ ഖറബ സിഫാഫു, കല്യാണത്തിന്റെ ദിവസം അടുത്തപ്പോൾ നസല ജിബ്രീൽ അലൈഹിസ്സലാം ഫാത്തിമ ബീവിയുടെ കല്യാണത്തിന് ധരിക്കാൻ പുതിയ കുപ്പായവുമായി വരുന്നു. മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം, യാ മുഹമ്മദു ഇന്നല്ലാഹ യുഖ്രിഉകുസ്സലാം. മുത്തുനബിയുടെ സമീപത്ത് ജിബ്രീൽ വന്നിട്ട് പറയാണ്, അല്ലാഹു അവിടുത്തേക്ക് സലാം പറഞ്ഞിട്ടുണ്ട് നബിയേ. വഅമറനി അൻ ഉസല്ലിമ അലാ ഫാത്തിമ, ഫാത്തിമാക്കും അല്ലാഹുവിന്റെ സലാം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നബിയേ. സുബ്ഹാനല്ലാഹ്. വഖദ് അർസല ലഹാ മഈ ഹദിയതൻ മിൻ സിയാബിൽ ജന്ന, സ്വർഗ്ഗത്തിലെ വസ്ത്രങ്ങളിൽ നിന്ന് ഒരു വസ്ത്രം ഫാത്തിമക്ക് സമ്മാനമായി അല്ലാഹ് എന്റെ കൂടെ അയച്ചിട്ടുണ്ട് നബിയേ. സുബ്ഹാനല്ലാഹ്. ആ വസ്ത്രം
മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങ് നൽകുന്നു. ഉമ്മമാരെ, ആ വസ്ത്രം വാങ്ങിയിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅൽബസഹാ ഫാത്തിമ ബീവിക്ക് അങ്ങ് ധരിപ്പിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ വസ്ത്രം കണ്ടപ്പോൾ ആ വസ്ത്രത്തിന്റെ മുകളിൽ നിന്ന് നല്ല പ്രകാശം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ട്. സാധാരണക്കാരുടെ കണ്ണുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും അതിമനോഹരമായ വസ്ത്രമാണ്. നല്ല അഴകുള്ള വസ്ത്രമാണ്. കാണാൻ നല്ല പത്രാസുണ്ട്, പവറുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ വസ്ത്രത്തിന്റെ മുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പുതപ്പ് കൊണ്ടങ്ങ് ചുറ്റി പുതപ്പിച്ചു. കാരണം ഈ വസ്ത്രം കാണുന്നവരൊക്കെ ഒരു പക്ഷേ ബോധം കെട്ട് വീണുപോകാൻ സാധ്യതയുണ്ട്. തീർത്തും വ്യത്യസ്തമായ നല്ല അഴകുള്ള അങ്ങോട്ടിരിക്കുക അല്ല തീർത്തും അഴകുള്ള നല്ല വ്യത്യസ്തമായ ഒരു കുപ്പായമാണ്. സ്വർഗത്തിൽ നിന്നുള്ള കുപ്പായമാണ്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൈവശം കൊടുത്തയച്ചത് ഫാത്തിമ ബീവിക്ക്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാന്മാര് വിശദീകരിക്കുകയാണ്. ആ വസ്ത്രം ധരിച്ചിട്ടാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുതുക്കം ഇറങ്ങിയത്, അലിയാരുമായി മണിയറയിൽ സംഗമിച്ചത്. ഫാത്തിമ ബീവിന്റെ ബർക്കത്ത് കൊണ്ട് കല്യാണം നടക്കാതെ വിഷമിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ ഈ നൂറെ റമളാനിലെ ദുആ ഖബൂലാക്കി പെട്ടെന്ന് അനുയോജ്യരായ ഇണകളെ എത്തിക്കണേ റബ്ബേ. വിവാഹം നടക്കാതെ പ്രയാസപ്പെടുന്ന യുവതി യുവാക്കളുണ്ട്. സ്വാലിഹീങ്ങളായ ഇണകളെ കൊടുത്ത് സന്തോഷിപ്പിക്കണേ റാഹത്തുള്ള കല്യാണം ശരിപ്പെടുത്തണേ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഫാത്തിമ ബീവിക്കുള്ള കല്യാണത്തിന്റെ വസ്ത്രം, ആ വസ്ത്രവുമായി ഇറങ്ങി വരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിൽ യഹൂദിയുടെ മകളുടെ വിവാഹം നടക്കുകയാണ്. അവര് തീരുമാനിച്ചു യഹൂദിയുടെ മകളെ അണിയിച്ചൊരുക്കിയിട്ട് ഫാത്തിമ ബീവി വരുമ്പോൾ ഫാത്തിമക്ക് കല്യാണത്തിനൊരു പുതിയ വസ്ത്രം പോലും ധരിക്കാനില്ലല്ലോ. അതുകൊണ്ട് ഫാത്തിമ ബീവി ഒന്ന് കല്യാണത്തിന് വിളിക്കണം. കല്യാണ പന്തലിലേക്ക് ഫാത്തിമ വരുമ്പോ യഹൂദിയത്തായ മണവാട്ടിയായ പെണ്ണ് ധരിച്ച വസ്ത്രം കാണുമ്പോൾ മുഹമ്മദിന്റെ മകൾ ഫാത്തിമാന്റെ മനസ്സ് വേദനിക്കണം. സുബ്ഹാനല്ലാഹ്. കല്യാണ പന്തലിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ക്ഷണിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറയാണ്, നബിയേ, കല്യാണ പന്തലിലേക്ക്, അയൽവാസിനിയുടെ കല്യാണത്തിലേക്ക് ഫാത്തിമാനെ പറഞ്ഞു വിടണം. പറഞ്ഞേക്കുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നിന്ന് കൊടുത്തയച്ച ആ കുപ്പായം ധരിക്കാൻ പറയണം. ആ വസ്ത്രം ധരിച്ചിട്ട് പോകാൻ പറയണേ നബിയേ. പോകുമ്പോൾ നബിയെ
ഫാത്തിമയുടെ സ്വർഗത്തിലെ വസ്ത്രത്തിന്റെ മീതെ നിങ്ങളൊരു വിരിപ്പ് കൊണ്ട് പുതച്ചു കൊടുക്കണം. കല്യാണ പന്തലിൽ അവരെ മുമ്പിലെത്തിയാൽ സ്വർഗീയ വസ്ത്രത്തിന്റെ മുകളിലുള്ള ആ മറയാകുന്ന വസ്ത്രം മാറ്റാൻ പറയണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ സ്വർഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന കുപ്പായം ധരിച്ച് അയൽവാസിനിയുടെ കല്യാണ പന്തലിലേക്ക് ചെല്ലുകയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പന്തലിൽ ചെന്നിരിക്കുമ്പോ ആ സ്വർഗീയ വസ്ത്രത്തിന്റെ മുകളിൽ ധരിച്ച വിരുപ്പങ്ങ് മാറ്റുന്നു. സുബ്ഹാനല്ലാഹ്. ആ വസ്ത്രം കണ്ടപ്പോൾ ആ പന്തലിൽ ഒരുമിച്ച് കൂടിയ എല്ലാ സ്ത്രീകളും അമ്പരന്നു പോയി, ആശ്ചര്യപ്പെട്ടു പോയി, അത്ഭുതപ്പെട്ടു പോയി. ചോദിക്കുന്നു, ഫാത്തിമ, ഇവിടുത്തെ മണവാട്ടിയേക്കാൾ അഴകുള്ള വസ്ത്രം നിങ്ങൾ ധരിച്ച വസ്ത്രമാണല്ലോ. ഇത് ദുനിയാവിൽ ഒരു മാർക്കറ്റിലും കിട്ടാത്ത കുപ്പായമാണല്ലോ. ഈ വസ്ത്രം എവിടുന്ന് കിട്ടിയതാണ് ഫാത്തിമ? മിന്നബി, എന്റെ ബാപ്പ തന്നതാ. നിങ്ങളെ ബാപ്പ ഏത് മാർക്കറ്റിൽ നിന്ന് ഏത് കടയിൽ നിന്ന് വാങ്ങിയതാണ്? മിൻ ജിബ്രീൽ അലൈഹിസ്സലാം കൊടുത്തതാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എവിടുന്ന് വാങ്ങിയതാണ്? മിനൽ ജന്ന. ഇത് സ്വർഗത്തിലെ വസ്ത്രമാണ്. ഫാത്തിമ ബീവിയുടെ വസ്ത്രം കണ്ടപ്പോൾ, സ്വർഗത്തിലെ വസ്ത്രമാണെന്ന് കേട്ടപ്പോൾ, അയൽവാസിയായ സഹോദരന്റെ കല്യാണ പന്തലിൽ ഇരിക്കുന്ന എല്ലാ അമുസ്ലിമീങ്ങളായ സ്ത്രീകളും ഉറക്കെ വിളിച്ചു പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദ കലിമ ചൊല്ലി അവര് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നു. ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, കല്യാണത്തിന്റെ രാത്രിയിലും പകലിലും അല്ലാഹനെ മറന്നു പോകരുതേ. ഫാത്തിമ ബീവിയെ മറക്കരുതേ. നൂറേ റമളാനിൽ, റമളാൻ 3 അന്ന് ഫാത്തിമ ബീവിയെ കേൾക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, വിവാഹം തീരുമാനിച്ചിരിക്കുന്ന പെൺകുട്ടികളില്ലേ, അതേ വിവാഹം നടക്കേണ്ട സ്ത്രീകളില്ലേ, നിങ്ങളെ ലൈഫില് നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ കല്യാണത്തിന്റെ സുദിനമെത്തിയാൽ ഫാത്തിമ ബീവിന്റെ പേരിൽ ഒരു സദഖ കൊടുക്കണേ. ഫാത്തിമ ബീവിന്റെ പേരിൽ ഒരു യാസീൻ ഓതണേ. കല്യാണം നടക്കാത്ത പെൺകുട്ടികളുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കരളാകുന്ന ഫാത്തിമ ബീവിയുടെ പേരിൽ ഖത്മുൽ ഖുർആൻ നിയ്യത്താക്കണേ. എന്നാൽ നിങ്ങൾക്ക് ഫാത്തിമ ബീവിന്റെ ബറക്കത്ത് കൊണ്ട് കല്യാണം നടക്കുമേ. അല്ലാഹ്, ഞങ്ങള് ഫാത്തിമ ബീവിയെ അനുസ്മരിക്കുകയാണ്. ഈ റമളാൻ 3 അന്ന് ഫാത്തിമ ബീവിയുടെ ആണ്ടിന്റെ ദിവസമാണ്. അല്ലാഹ്, ഞങ്ങൾ ഓതിയ യാസീൻ, ഞങ്ങൾ ഇത്ര സമയം പറഞ്ഞ മദ്ഹുകൾ ഫാത്തിമ ബീവിയുടെ ഖബറിലേക്ക് ഈ സമയത്ത് തന്നെ നീ എത്തിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹാ ലമ്മ ഹമലത് ബിഫാത്തിമ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഗർഭം ചുമന്നപ്പോൾ കാന ഹംലൻ ഖഫീഫ, ഒരു ഭാരവും തോന്നിയില്ല, ഒരു പ്രയാസവും നേരിടേണ്ടി വന്നില്ല.
ഖദീജ ഉമ്മ പറയാണ് തുകല്ലിമുനി മിൻ ബാത്തിനി, എന്റെ വയറ്റിന്റെ അകത്ത് നിന്ന് ഫാത്തിമ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇനി ഇത് ട്രോളാൻ നിൽക്കേണ്ടതില്ല, വേണമെങ്കിൽ രേഖ പറഞ്ഞു തരാം. പണ്ഡിതന്മാര് കിതാബുകളിൽ എഴുതിയതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കുണ്ടാകുന്ന അമാനുഷിക സിദ്ധികൾക്ക് മുഅ്ജിസത്തെന്ന് പറയുന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരല്ലാത്ത സ്വാലിഹീങ്ങളിൽ, ഔലിയാക്കളിൽ, മഹാന്മാരിൽ, മഹദിമാരിൽ പ്രകടമാകുന്ന അത്ഭുത സംഭവങ്ങൾക്ക്, അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്തെന്ന് പറയുന്നതാണ്. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ്. അത് ലോക മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്. ഉമ്മമാരെ, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഫാത്തിമാനെ ഗർഭം ചുമന്നപ്പോ എനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്നോട് വയറ്റിന്റെ അകത്ത് നിന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. ഫലമ്മാ ഖറബത് വിലാദതി അർസൽതു ഇലൽ ഖവാബിലി മിൻ ഖുറൈശിൻ. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാകുന്ന, നമ്മുടെയൊക്കെ ഉമ്മയാകുന്ന ഉമ്മുൽ മുഅ്മിനീൻ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഫാത്തിമാനെ ഗർഭം ചുമന്നു, ഒരു പ്രയാസം ഉണ്ടായില്ല. എന്റെ വയറ്റിന്റെ അകത്ത് നിന്ന് ഫാത്തിമ എന്നോട് സംസാരിക്കാറുണ്ട്. എന്റെ പ്രസവം അടുത്തപ്പോൾ പ്രസവം എടുക്കുന്ന സ്ത്രീകളിലേക്ക് ഞാൻ ആളെ പറഞ്ഞയച്ചപ്പോൾ ഫബൈന, ഒരാളും വരാൻ തയ്യാറായില്ല എന്നെ പരിരക്ഷിക്കാൻ. പ്രസവിക്കുന്ന എന്നെ ശുശ്രൂഷിക്കാൻ, പരിചരിക്കാൻ ഒരാളും വന്നില്ല. എന്തേ കാരണം? ഖദീജ ഉമ്മ പറയാണ്, ലി അജലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഭാര്യയായതുകൊണ്ടാണ് അവർ വരാതിരുന്നത്. ബഹിഷ്കരണമായിരുന്നു അവർക്ക്, അസൂയയായിരുന്നു അവർക്ക്, മുത്തുനബിയോട് വിരോധമായിരുന്നു അവർക്ക്. അതുകൊണ്ട് അവിടുത്തെ ഭാര്യയാകുന്ന ഞാൻ പ്രസവിക്കുമ്പോൾ ഖുറൈശികളിലെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് പരിചരണം ഏർപ്പെടുത്തുന്ന ഒരു സ്ത്രീകളും വന്നില്ല, എന്നെ സഹായിച്ചില്ല. ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ പറയാണ്, ഫബൈനമാ അന കദാലിക ഇദ് ദഖല അലാ അർബഉ നിസ്വ, എന്റെ സമീപത്തേക്ക് 4 സ്ത്രീകൾ കടന്നു വരുന്നു. ഇത് ദഖല അലയ്യ അർബഉ നിസ്വത്തിൻ. എന്തായാലും പറയ ലത്തീഫ്ക, പേറ്റിച്ചുകൾ അല്ലേ, വേറ്റാട്ടി അല്ലേ, പല സ്ഥലങ്ങളിലും പല പേരും പറയാം. സുബ്ഹാനല്ലാഹ്. ഖദീജ ഉമ്മ പറയാണ്, ഖുറൈശികളിലെ ഒരു സ്ത്രീയും എനിക്ക് പരിചരണത്തിന് തയ്യാറാകാതിരുന്നപ്പോൾ 4 സ്ത്രീകൾ എന്റെ സമീപത്ത് വന്നു. ഫാത്തിമ ബീവിയെ പ്രസവിക്കുമ്പോൾ മിനൽ അലൈഹിന്ന മിനൽ ജമാലി വന്നൂരി മാ ലാ യൂസഫ്, വർണ്ണിക്കാൻ കഴിയാത്ത അത്രയും സൗന്ദര്യവതികളാണ് ആ 4 സ്ത്രീകൾ. നല്ല വല്ലാത്ത വെളിച്ചമാണ് ആ സ്ത്രീകളിൽ പ്രകടമാകുന്നത്. ഫഖാലത്ത് ഇഹ്ദാഉന്ന, ആ 4 സ്ത്രീകളിൽ ഒന്നാമത്തെ സ്ത്രീ പറയുന്നു, അന ഉമ്മുക്കി ഹവ്വാ ഖദീജ, നിങ്ങൾ പ്രസവിക്കാൻ പോകുന്ന ഫാത്തിമ മോളുടെ പേറ്റെടുക്കാൻ ആ മോൾക്കും നിങ്ങൾക്കും പരിചരണം നൽകാൻ വന്ന ഞങ്ങൾ ആരാണെന്നറിയുമോ? ഞാൻ നിങ്ങളുടെ ഉമ്മ ഹവ്വ ആണ് റളിയല്ലാഹു അൻഹാ.
വഖാലത്തിൽ ഉഖറ രണ്ടാമത്തെ സൗന്ദര്യവതിയായ പെണ്ണ് പറയാണ് അന ആസിയ സ്വർഗ്ഗത്തിലെ ഫറോവയുടെ അക്രമം സഹിച്ചിട്ട് ഈമാനിൽ ഉറച്ചു നിന്നിട്ട് സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള 4 പെണ്ണുങ്ങളിൽ ഒരു പെണ്ണാണ്, ഒരു വനിതയാണ് ആസിയ ബീവി. ആ ആസിയയാണ് ഞാൻ ഖദീജ. അതാ വഖാലത്തിൽ ഉഖറ മൂന്നാമത്തെ സ്ത്രീ പറയുന്നു അന ഉമ്മു കുൽസൂം ഉഖ്തു മൂസാ, ഞാൻ മൂസാ നബിയുടെ സഹോദരിയാകുന്ന ഉമ്മു കുൽസൂമാണ്. നാലാമത് വന്ന സ്ത്രീ പറയാണ് അന മറിയമൂ, ഞാൻ മറിയം ബീവിയാണ്. ഞങ്ങൾ വന്നത് നിങ്ങളുടെ ഈ പ്രസവത്തിന് ആവശ്യമായ സംരക്ഷണം തരാനാണ്, നിങ്ങളെ പരിചരിക്കാനാണ്. അതുകൊണ്ട് ഈ ഖുറൈശികളിലെ സ്ത്രീകളാരും നിങ്ങളിലേക്ക് ഓടി വരാത്തതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കണ്ട. ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ ഫാത്തിമത്തു സഹ്റയെ പ്രസവിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ 4 മഹദിമാര്, ചരിത്രത്തിൽ വലിയ പവർ അല്ലാഹ് നൽകിയ, മഹത്വം റബ്ബ് നൽകിയ സഹോദരിമാര് വന്നിട്ട് ഫാത്തിമ ഉമ്മ പിറന്നു വീഴുമ്പോൾ ഫാത്തിമ ബീവിയെ സ്വീകരിക്കുന്നു. മാഷാ അല്ലാഹ്, ഫാത്തിമ ബീവിയുടെ ആണ്ടിന്റെ ദിവസം അവിടുന്ന് നമ്മളെ അവിടുത്തെ പ്രസവം പറഞ്ഞിരിക്കുകയാണ്, അവിടുത്തെ കല്യാണം പറഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്നുകൂടി പറയാനുണ്ട്. ഓ ഉമ്മമാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ഫാത്തിമാനെ അരികത്തേക്ക് വിളിക്കുന്നു. എല്ലാവരും 3 തവണ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ വിളിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേർപാടിനെ കുറിച്ച് ഒരു പ്രഭാഷകരും പൂർണ്ണമായി പറഞ്ഞു തീർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. കാരണം ചരിത്രതാളുകളിൽ അത്രയേറെ പ്രയാസങ്ങൾ തളം കെട്ടി നിൽക്കുന്ന വേറെ ഒരു ചരിത്രം പറയാനില്ല. വഫാത്തു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം